തൃശൂർ മാളയിൽ കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിനിടെ KSU-SFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ കേരളവർമ്മ SFI യൂണിറ്റ് പ്രസിഡന്റ് ആശിഷിന് ഗുരുതരമായി പരിക്കേറ്റു. പോലീസ് എത്തി ലാത്തി വീശിയതോടെയാണ് സംഘർഷം അയഞ്ഞത്. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചുവെന്നാണ് SFI ആരോപണം. സംഘർഷത്തെ തുടർന്ന് കലോത്സവം നിർത്തിവെച്ചു. സംഘാടകത്തിലെ പിഴവ് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളെ KSU പ്രവർത്തകർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് SFI ആരോപിച്ചു. ഉൾപ്പെടെ സ്കിറ്റ് ഇവന്റ് നടക്കുന്ന ഘട്ടത്തിലാണ് അവിടെ വലിയ ആക്ഷേപം ഉയർന്നു വരുന്നതിലുണ്ടായത്. കുട്ടികൾ പൊതുവെ പൊതുവിദ്യാർത്ഥികളെല്ലാം സംഘടിച്ച് ആ നടന്ന ജഡ്ജ്മെൻറ്റ് ബന്ധപ്പെട്ട് വലിയ അപാകതയുണ്ട്, അതിന് റിമാർക്സ് അറിയണം എന്ന് ആവശ്യപ്പെടുന്ന നിലയുണ്ടായി. ആ ഘട്ടത്തിൽ അവിടെയുള്ള KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെ MSFൻ്റെ ലീഡർഷിപ്പ് ഉൾപ്പെടെ ഈ പറഞ്ഞ ചോദ്യം ചെയ്ത ഇത് ബന്ധപ്പെട്ട് ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ അവിടെ ഈ വിഷയം ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന വിദ്യാർത്ഥികളെ അതിക്രൂരമായി ആക്രമിക്കുന്ന നിലയാണ് ഉണ്ടായത്. ഇപ്പോൾ നമ്മുടെ SFIയുടെ പ്രവർത്തകരായ നിരവധിയായ വിദ്യാർത്ഥികൾക്ക്, വനിതാ സഖാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മർദ്ദനം കിട്ടുന്ന നിലയുണ്ടായി. വലിയ മൃഗീയമായി ഒരു വിദ്യാർത്ഥി സംഘടന ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് അക്രമമാണ് KSU MSF ഡി സോൺ കലോത്സവത്തിന് മറപിടിച്ച് അവിടെ നടത്തുന്ന നിലയുണ്ടായിട്ടുള്ളത്. വിവരങ്ങളുമായി അഖിൽ ചേർന്നു. അഖിൽ, ഈ സംഘർഷം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ SFI KSU പ്രവർത്തകരുടെ ആരോഗ്യനില തൃപ്തികരമാണോ? ഇതിൽ ഒരു വിദ്യാർത്ഥി, അതായത് കേരള വർമ്മ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള SFI പ്രവർത്തകൻ ആശിഷിന്റെ നില ഗുരുതരമാണ് എന്നുള്ളതാണ്. കാരണം ആശിഷിന്റെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. രക്തം കട്ടപിടിക്കുകയും അതുപോലെ തന്നെ ഇന്റേണൽ ബ്ലീഡിംഗും ഉണ്ട് എന്നുള്ളതാണ് SFI പ്രവർത്തകർ ഈ ഡോക്ടറുമായി സംസാരിച്ചില്ല അവരോട് പങ്കുവച്ചിരിക്കുന്നതാണ് പറയുന്നത്. 24 മണിക്കൂർ ഒബ്സർവേഷനിലാണ് നിലവിൽ ആശിഷ് ഉള്ളത്. അതിനുശേഷമാണ് ഒരു കൃത്യമായ കാര്യം പറയാൻ കഴിയുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തലയ്ക്കടക്കം ഈ കമ്പിവടി കൊണ്ട് ആക്രമിച്ചു. അതായത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗോകുൽ അടക്കമുള്ളവർ ഈ തലയ്ക്ക് കമ്പിയോടി കൊണ്ട് മർദ്ദിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട് ഇത്തരത്തിൽ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘം അതിക്രൂരമായി വിദ്യാർത്ഥികളെ ഈ വടികൊണ്ടും കമ്പിയോടി കൊണ്ടും ഒക്കെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിലുണ്ട്. KSU പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതായത് പരിക്കേറ്റ KSU പ്രവർത്തകർ പോകുന്ന ഈ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ അടക്കമുള്ളവർ സഞ്ചരിക്കുന്ന ആംബുലൻസിനെയാണ് കൊരട്ടി പെട്രോൾ പമ്പിന് മുമ്പിൽ വെച്ച് ഒരു സംഘം കാറിലെത്തിയ ഒരു സംഘം ആക്രമണം നടത്തിയത്. ഇത് SFI ആണ് എന്നുള്ള ആരോപണമാണ് KSU ഉന്നയിക്കുന്നത്. വടികൊണ്ടും കല്ല് ചില്ലിലേക്ക് എറിഞ്ഞും ആംബുലൻസ് ചില്ലടക്കം പൊട്ടിയിരുന്നു. തുടർന്ന് ഇവർ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെത്തിയാണ് അഭയം പ്രാപിച്ചത്. നിലവിൽ ഇപ്പോൾ അവർ ആശുപത്രിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ പക്ഷേ ഈ ആക്രമണം നടത്തിയത് തങ്ങളല്ല എന്നുള്ള കാര്യമാണ് SFI ജില്ലാ സെക്രട്ടറി അടക്കം നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ SFIക്ക് പങ്കില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ ക്യാമ്പസിനടുത്ത നടത്തിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. നിരവധി KSUവിന്റെയും SFIയുടെയും വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടത് KSU ആണ് എന്നുള്ള ആരോപണമാണ് SFIയുടേത്. കാരണം ഈ KSU ആണ് ഈ KSU UDF അടക്കമുള്ള UDSF ആണ് ഈ ഡി സോൺ കലോത്സവം സംഘടിപ്പിക്കുന്നത്. ഈ KSU ഭരിക്കുന്ന കലാലയമാണ്. ഈ കലാലയത്തിൽ വെച്ചാണ് ഈ ക്യാമ്പസ് നടക്കുന്നത്. ഇതിന്റെ സംഘാടക സമിതി KSUവിന്റെ UDSFന്റെ നേതാക്കളാണ്. ഇവർ ഇത്തരത്തിൽ ഈ ആദ്യ ദിവസം മുതൽ തന്നെ വലിയ പരാതികൾ ഉണ്ടായിരുന്നു. കാരണം പല പരിപാടികളും ഒപ്പനടക്കമുള്ള നൃത്ത വിഭാഗങ്ങളൊക്കെ തന്നെ മണിക്കൂറുകൾ വൈകിയാണ് നടന്നിരുന്നത്. അത് സംബന്ധിച്ച് വലിയ ആക്ഷേപമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ പലരും ആക്ഷേപം ഉന്നയിച്ചു. പക്ഷേ ഈ സ്കിറ്റും ഇത്തരത്തിൽ വൈകി ഉണ്ടാവുകയും ഈ സ്കിറ്റിനെ സംബന്ധിച്ചും മറ്റേ ആദ്യ ദിവസം രാവിലെ മുതൽ തന്നെ വലിയ സംഘർഷങ്ങൾ, ചെറിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളുമായിട്ട് KSU പ്രവർത്തകർ. കാരണം ഇതിന്റെ ജഡ്ജ്മെന്റിലടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ചെണ്ടകൊട്ടിന്റെ ജഡ്ജ്മെന്റിൽ ചെണ്ട തെറ്റിപ്പോയ ആളുകൾക്ക് ഒന്നാം സമ്മാനം കൊടുത്തു എന്ന ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട് സ്കിറ്റുമായി കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ജഡ്ജ്മെന്റുമായി ഒരു പ്രശ്നമുണ്ടായി. ഇതാണ് പിന്നീട് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് മാറ്റിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ പക്ഷേ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കുന്നത് കാണാം. ഈ എതിർവിഭാഗം തിരിച്ചും ചെയർ കൊണ്ടും സ്റ്റൂൾ കൊണ്ടും ഒക്കെ തിരിച്ചും ആക്രമിക്കുന്ന ദൃശ്യങ്ങളിലുണ്ട്. എന്തായാലും വലിയ സംഘർഷമാണ് ആ കോളേജിന്റെ ക്യാമ്പസിനകത്തുണ്ടായത്. ആളുകളെ കൊണ്ടുപോയ ആംബുലൻസ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇതിൽ KSUക്കാർ പറയുന്നത് അത് SFI ആണെന്നാണ്. ഇതിൽ SFIയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഈ ആംബുലൻസിൽ, അതായത് KSUവിന്റെ ജില്ലാ
പ്രസിഡന്റ് ഗോകുൽ അടക്കമുള്ള ആളുകൾ സഞ്ചരിച്ച ആംബുലൻസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കൊരട്ടി പെട്രോൾ പമ്പിൽ വിളിച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വടി കൊണ്ടും അതുപോലെ തന്നെ കല്ലുകൊണ്ടും ഈ ആംബുലൻസിന് നേരെ ആക്രമണം ഉയർത്തിയിരുന്നു. ഇവിടുന്ന് രക്ഷപ്പെട്ടവർ കൊരട്ടി പോലീസിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. കാറിലെത്തിയ ഒരു സംഘമാണ് ഈ ആക്രമണം അയച്ചുവിട്ടത്. ഇത് SFI ആണ് എന്നുള്ളതാണ് KSUവിന്റെ ആരോപണം. പക്ഷേ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് SFI ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് SFI പ്രവർത്തകരില്ല, താന്റെ അറിവോടുകൂടി ആരും ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് SFI ജില്ലാ സെക്രട്ടറി പറയുന്നത്. ആ ആരോപണത്തിൽ എന്തായാലും SFI നിഷേധിക്കുകയും ചെയ്യുന്നു. പക്ഷേ കൂടുതലായും പരിക്കേറ്റിരിക്കുന്നത് ഈ ക്യാമ്പസിനകത്തുണ്ടായ ആക്രമണത്തിലാണ്. അതിൽ ഈ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് വടികൊണ്ട് തല്ലുന്നതും ഈ കമ്പി വടി കൊണ്ട് അടിക്കുന്നതും തലയ്ക്ക് അടക്കം അടിക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. അത് വളരെ മൃഗീയമായ മർദ്ദനമാണ് എന്തായാലും അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ തീർച്ചയാണ്. ഈ സംഭവത്തിൽ എന്തായാലും SFI നിയമ നടപടിയെ മുന്നോട്ട് പോകാനാണ്, അതായത് നിയമ നടപടി മുന്നോട്ട് പോകാനാണ് തീരുമാനം. തലക്കടക്കം പരിക്കേറ്റ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ ആക്രമണത്തിൽ പങ്കെടുത്ത KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്കെതിരെ വധശ്രമത്തിനടക്കം കേസുകൾ സ്വാഭാവികമായും എടുക്കേണ്ടി വരും. അത്തരത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. അതിന് ശരി, കലോത്സവത്തിനിടെ SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷം, നിരവധി പേർക്ക് പരിക്കേറ്റു. വിവരങ്ങൾ നൽകിയത് K. അഖിലാണ്.